ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് കോഴിക്കോട് വരെ ഒന്ന് പോയാണ്. മെയിനായിട്ട് കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ്സ് വാങ്ങാനുണ്ട്, ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ പോകണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അവളെ മീറ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ എനിക്കൊരു ഹെയർ കട്ടിന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ കോളേജിൽ രാവിലെ തന്നെ എത്തി, അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അവൾ സ്കൂട്ടിയും കൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പുറത്തൊക്കെ പോകാനാണെങ്കിലും അവളുടെ വണ്ടി ഉള്ളതുകൊണ്ട് സുഖമാണ്. സോ നേരെ കോളേജിൽ പോയി സർട്ടിഫിക്കറ്റ്സൊക്കെ കളക്ട് ചെയ്തു. പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് പഴയ മെമ്മറീസൊക്കെ ഒന്ന് ഉണർത്തിയെടുക്കാൻ വേണ്ടി പഴയ ഊടുവഴികളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിച്ചു. എന്നിട്ടാണ് ഞങ്ങൾ ടൗണിലോട്ട് പോയത്. നേരെ ഗോകുലം മാളിലേക്കാണ് പോയത്. അവിടെ ആകുമ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ അതും എളുപ്പമാണ്. ആൻഡ് ഓൾസോ ഹെയർ കട്ടിനാണെങ്കിൽ സലോൺസ് ഇഷ്ടംപോലെ ഉണ്ട് അവിടെ. സോ അങ്ങോട്ടൊക്കെ പോയി നേരെ സലോണിൽ പോയി. അവിടുന്ന് എനിക്ക് ഒരു ഏകദേശം ഐഡിയ ഉണ്ടായിരുന്നു ഇന്ന ഹെയർ കട്ട് വേണമെന്ന്. സോ ലെയർ കട്ട് പറഞ്ഞു. അങ്ങനെ ലെയർ കട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഹെയർ കളർ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ മൈൻഡിലൂടെ ഇങ്ങനെ വന്നു പോയി. പിന്നെ വേണ്ടാന്ന് വെച്ചു. ജസ്റ്റ് ഹെയർ കട്ട് മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ ബാക്കി ലുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വഴിയെ കാണാം. ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ എൻ്റെ മുടി ഇത്രയും നീട്ടിയിട്ടില്ല ഞാൻ. ആക്ച്വലി കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും ലെങ്ത്തിൽ എൻ്റെ മുടി വരുന്നത്. അപ്പോൾ വെട്ടുന്ന ടൈമിൽ വലിയ ലെങ്ത്തിലുള്ള ഹെയർ ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടമായി. ബട്ട് സ്റ്റിൽ മുടിയല്ലേ, അത് വളർന്നോളും. എനിക്കിപ്പം ഈ അടുത്തായിട്ട് തീരെ പ്രോപ്പറായിട്ട് ഹെയർ കെയർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മുടി നല്ലോണം ഹെയർ ഫോളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ബെറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് മാനേജബിൾ ആക്കുന്നതായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. വീട്ടിൽ അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ബട്ട് ഞാനിങ്ങനെ പറയുമ്പോൾ അമ്മ എന്തെങ്കിലും ചെയ്യുന്നുള്ള ഇതിലാണ്. സോ എന്തായിരിക്കും പുള്ളിക്കകത്തെ റിയാക്ഷൻ അറിയാൻ കുറച്ച് ഇതുണ്ടായിരുന്നു. എന്തായാലും ഒരു ഫണ്ണി റിയാക്ഷൻ തന്നെ എനിക്ക് തന്നിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ എൻഡിലോട്ട് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ ഹെയർ കട്ട് കഴിഞ്ഞിട്ട് ആദ്യം ഇവർ എനിക്ക് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹെയർ കട്ട് ചെയ്ത് then എനിക്ക് ബ്ലോ ഡ്രൈ ചെയ്ത് തന്നിട്ടുണ്ട്. അത്യാവശ്യം സെറ്റൊക്കെ ചെയ്തിട്ട് അവിടുന്ന് വിട്ടതാണ്. അപ്പം ആ ഒരു ടൈമിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഇപ്പോൾ ഹെയർ കട്ട് നല്ല രസമുണ്ട്. പക്ഷേ എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസി ആയതുകൊണ്ട് ഇപ്പോൾ ഒരുമാതിരി സിംഹത്തിൻ്റെ ജട പോലെ ഇരിക്കുന്നു. നല്ല സ്ട്രെയിറ്റുമല്ല നല്ല കേളി അല്ലാത്ത ഹെയറുള്ള ആൾക്കാർക്ക്, ഒരു മീഡിയം വേവി ഫ്രിസി ആയിട്ടുള്ള ഹെയറുള്ള ആൾക്കാർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ബട്ട് സ്റ്റിൽ ആ ഒരു ടൈമിൽ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ വളരുന്നവരെ കാത്തിരിക്കുക. ഇത് തന്നെ എനിക്ക് മിക്കപ്പോഴും ഒരു 6 months കൂടുമ്പോൾ എൻ്റെ സ്ഥിരം പരിപാടി ഇതാണ്. മുടി നീട്ടുന്ന കാണുന്നു, വെട്ടുന്നു. പിന്നെ കുറച്ച് നാൾ മുടി നീട്ടാനുള്ള പരിപാടികൾ നോക്കുന്നു, വീണ്ടും നീളുന്നു, വെട്ടുന്നു. ഇത് തന്നെയാണ് ഒരു ലൂപ്പിൽ പെട്ട പോലെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ബട്ട് സ്റ്റിൽ എൻ്റെ ഹെയർ എനിക്ക് ഇഷ്ടമാണ്. നല്ല വോളിയുള്ള ഹെയറാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹെയറാണ്. ബട്ട് സ്റ്റിൽ ചില സമയത്ത് ഒട്ടും മാനേജബിൾ അല്ല, ഭയങ്കര വൃത്തിയായിട്ടിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ വെട്ടിക്കളയാൻ തോന്നും. പിന്നെ വെട്ടിക്കളഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതൊട്ടും പറ്റാതെ വരുമ്പോൾ നീണ്ടു കിട്ടാനുള്ള പരിപാടികൾ നോക്കും. അങ്ങനെ അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച. അങ്ങനെ മുടി വെട്ടിയൊക്കെ കഴിഞ്ഞു. ഇവർ ഹെയർ സെറ്റ് ചെയ്ത് തരാണ്. കുറച്ചധികം ടൈം എടുത്തു കേട്ടോ എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ. കുറച്ച് വോളി ഉള്ളത് കൊണ്ട് അവർക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുത്തു. ആൻഡ് ഇതായിരുന്നു ഫൈനൽ ലുക്ക്. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മീൻസ് ലെയർ കട്ടായിരുന്നു. അപ്പം തിക്ക് ഹെയർ ആകുമ്പം നല്ല തിക്നെസ് ഫീൽ ചെയ്യും. ആൻഡ് അത് കഴിഞ്ഞ് ഞാനൊന്ന് ത്രെഡ് ചെയ്യുകയും കൂടെ ചെയ്തു. ഐബ്രോസ് കുറച്ച് നാളായിരുന്നു ചെയ്തിട്ട്, അപ്പോൾ ഒന്ന് ത്രെഡ് ചെയ്തു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഐശ്വര്യനെ കാണാനില്ല. ഐശ്വര്യൻ്റെ ഫ്രണ്ടാണ്, അവളുടെ പേര് സെയിം ആണ്, ഐശ്വര്യ എന്ന് തന്നെയാണ്. അങ്ങനെ നോക്കിയപ്പോൾ അത് ബുക്ക് സ്റ്റാളിൻ്റെ മുന്നിൽ നിൽക്കുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാൻ കയറി. മുടിവെട്ടൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 3 o'clock ആയിട്ടുണ്ടായിരുന്നു ടൈം. ഒരു 2:30 to 3 o'clock ആയിട്ടുണ്ടായിരുന്നു. സോ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് നൈക്കയിൽ കയറി എനിക്കൊരു കണ്ടീഷണർ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം നൈക്കയിൽ കയറി ഒരു കണ്ടീഷണർ വാങ്ങി വേറെ വീട്ടിലോട്ട് വിട്ടു. അവൾക്ക് ടാറ്റയൊക്കെ പോയിരുന്നു. ഞാൻ വീട്ടിലോട്ട് പോന്നു. പകുതി വഴിയിൽ നിന്ന് പപ്പ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പയുടെ അമ്മയുടെ റിയാക്ഷൻ കാണാൻ നമുക്ക്. മുടി എങ്ങനെയുണ്ട്?
എന്താ എന്റെ മാള് ഇത് കാണിച്ചു വെച്ചിരിക്കുന്നേ? ക്യാമറ എക്സ്പ്രഷൻ ഒന്നുമില്ല. സോ ഗൈസ്, അത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ ഹെയർ കട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. ബൈ.